കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ ഈ ഗ്ലാമി ഗംഗ പുതിയൊരു അറിയിപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ പറഞ്ഞുകൊണ്ട് കിടന്നത് താനുണ്ടെങ്കിൽ വിവാഹത്തിൽ താല്പര്യപ്പെടുന്നില്ലെന്നായിരുന്നു. പക്ഷെ പെട്ടെന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരാ എന്തോ എന്നുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു അറിവ് കിട്ടിയിരിക്കുകയായിരുന്നു. അത് വേറെ ആരുമല്ല, പുട്ടുകുറ്റി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിലെ വിഷ്ണുവാണ് ഇത് കണക്ക് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ വിഷ്ണു ആദ്യമേ ഒരു വിവാഹം കഴിച്ചതാണ്. അതിലുണ്ടെങ്കിൽ ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് മാരേജ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് എന്തിനാണ് ഗംഗ ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ഒരാളെ കല്യാണം കഴിച്ചുകൂടെ, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലൊരു കുട്ടിയുണ്ടെന്ന് വെച്ചൊന്നും വേറൊരു കല്യാണം കഴിക്കാൻ പാടില്ല. അതില്ലെങ്കിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണ് അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊന്നും എവിടെയും ഇല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നവുമില്ല. അതല്ലാതെ ബാക്കിയുള്ളവർ ഇതേ കണക്ക് എന്തിനാണ് ഗംഗ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്കത്തുള്ള കമൻറ്റ്സുമായിട്ട് വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.